കർണാടക ധർമ്മസ്ഥലയിൽ ബലാത്സംഗം ചെയ്യപ്പെട്ട സ്ത്രീകളുടെ മൃതദേഹം കുഴിച്ചുമൂടിയിട്ടുണ്ട് എന്ന വെളിപ്പെടുത്തലിൽ വൻ വഴിത്തിരിവ്. അറസ്റ്റിലായ മുൻ ശുചീകരണ തൊഴിലാളിയെ റിമാൻഡ് ചെയ്തു. അതിനിടെ മകളെ കാണാതായി എന്ന പരാതിയിൽ പരസ്പര വിരുദ്ധ പ്രതികരണങ്ങളുമായി സുജാത ഭട്ട് എന്ന സ്ത്രീ രംഗത്തെത്തി. ആദ്യം തനിക്ക് മകളില്ല എന്ന് പറഞ്ഞ സുജാത പിന്നീട് മകളുണ്ടെന്നും തെളിയിക്കുമെന്നും തിരുത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി മുഹമ്മദ് റഹീസ് ചേരുകയാണ്. റഹീസ്, ഈ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ, അതിന് പിന്നാലെ നടന്ന അന്വേഷണം, അവിടെ ഈ മണ്ണ് കുഴിച്ചുള്ള പരിശോധന, ഇതിനൊക്കെ ഒടുവിൽ ഇപ്പോൾ ഒരു വലിയ വഴിത്തിരിവ് എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഈ വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളി തന്നെ തെറ്റായ വിവരങ്ങൾ നൽകിയതിൻ്റെ പേരിൽ അറസ്റ്റിലാവുന്ന സാഹചര്യം. നേരത്തെ ഇയാൾ കോടതിയിൽ ഹാജരാക്കിയ തലയോട്ടിയുടെ കാര്യത്തിലടക്കം SIT എന്താണ് ഒടുവിലായി വിശദീകരിക്കുന്നത്? അപ്രതീക്ഷിതമായതും ഞെട്ടിക്കുന്നതുമായിട്ടുള്ള ഒരു ട്വിസ്റ്റാണ് ഇപ്പോൾ ധർമ്മസ്ഥലയിലെ ഈ വെളിപ്പെടുത്തലിന്മേൽ ഉണ്ടായിരിക്കുന്നത്. ഈ വെളിപ്പെടുത്തലിനെ തന്നെ അതിൻ്റെ ഒരു ക്രെഡിബിലിറ്റിയെ കാര്യമായി ചോദ്യം ചെയ്യുന്ന, അതിൽ വലിയ പ്രശ്നമുണ്ട് എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് SIT സംഘത്തിൻ്റെ കണ്ടെത്തൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ ഉച്ച മുതൽ ഇന്ന് രാവിലെ 5 മണി വരെ ഈ വെളിപ്പെടുത്തൽ നടത്തിയ മുൻ ശുചീകരണ തൊഴിലാളിയെ SIT സംഘം ചോദ്യം ചെയ്തു. DGP പ്രണബ് മൊഹന്തിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചോദ്യം ചെയ്തത്. അതിൽ നിർണായകമായിട്ടുള്ള പല വിവരങ്ങളും പോലീസിന് ലഭിച്ചു. അതിൽ ഏറ്റവും പ്രധാനം, ഈ സംഭവങ്ങളൊക്കെയും തുടങ്ങുന്നത് ഈ ശുചീകരണ തൊഴിലാളി കോടതിയിൽ ഹാജരാക്കിയ ഒരു തലയോട്ടിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. ആ തലയോട്ടി താൻ കുഴിച്ചിട്ട മൃതദേഹം, അത് അവിടെ നിന്ന് കുഴിച്ചെടുത്ത അസ്ഥികളാണ്, തലയോട്ടികളാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇയാൾ കോടതിയെ സമീപിക്കുന്നത്. ആ തലയോട്ടിയുമായി ബന്ധപ്പെട്ട് വൻ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് ഇപ്പോൾ SITക്ക് വിവരം ലഭിച്ചിരിക്കുന്നു. അവർ അത്തരത്തിലാണ് കാര്യങ്ങളെ കാണുന്നത്. അതിൻ്റെ ഭാഗമായി കൂടുതൽ കാര്യങ്ങളിൽ ചോദ്യം ചെയ്യലുണ്ടായി. പല വിവരങ്ങളും ഇയാളോട് ചോദിച്ചപ്പോൾ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. നേരത്തെ നൽകിയ മൊഴിയൊക്കെ മാറ്റി പറഞ്ഞു. ഈ ഒരു വെളിപ്പെടുത്തലിന് പിന്നിൽ തന്നെ വലിയ ഗൂഢാലോചന ഉണ്ടായതായി ഇയാൾ SIT സംഘത്തോട് പറഞ്ഞു എന്നാണ് SIT നൽകുന്ന വിവരം. അത്തരത്തിൽ സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ചു, അന്വേഷണ സംഘത്തിനെ തെറ്റിദ്ധരിപ്പിച്ചു, ഒപ്പം തന്നെ ക്ഷേത്രത്തിൻ്റെ പവിത്രതയെ കളങ്കപ്പെടുത്താൻ ശ്രമിച്ചു എന്നൊക്കെയുള്ള കുറ്റങ്ങൾ ചാർത്തിക്കൊണ്ടാണ്, അതൊക്കെയും ഇപ്പോൾ ചാർത്തിയിട്ടാണ് അദ്ദേഹത്തിനെ കോടതിയിൽ ഹാജരാക്കിയത്. അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം ഇപ്പോൾ കോടതി അദ്ദേഹത്തിനെ 10 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു. ഇനി ചോദ്യം ചെയ്യലിനായി SIT സംഘം ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങും. നിർണായകമായിട്ടുള്ള പല വിവരങ്ങളും ഇയാളിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആര് എന്തിനു വേണ്ടിയാണ് ഈ ഒരു ഗൂഢാലോചന നടത്തിയത്, അതിൽ ആർക്കൊക്കെ പങ്കുണ്ട്, എന്തൊക്കെയായിരുന്നു ഇയാൾക്ക് നൽകിയ ഓഫർ, ഇതൊക്കെ സംബന്ധിച്ചുള്ള ചോദ്യം ചെയ്യലാകും ഇനി നടക്കാൻ പോകുന്നത്. അങ്ങനെയാണ് എങ്കിൽ പ്രധാനമായും ഈ ഘട്ടത്തിൽ നമ്മുടെ മുന്നിലൊക്കെ വന്നുപോയ പല മുഖങ്ങളും ഇതിൻ്റെ പേരിൽ കുടുങ്ങാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരം കൂടിയാണ് പ്രത്യക്ഷത്തിൽ അവിടെ നിന്നും ലഭിക്കുന്നത്. അതിനിടയിൽ മറ്റൊരു ഷോക്കിംഗ് ആയിട്ടുള്ള വെളിപ്പെടുത്തൽ ഇന്നലെ ഈ സുജാത ഭട്ടിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. തൻ്റെ മകളെ കാണാനില്ല എന്നുള്ള പരാതിയിലാണ് സുജാത ഭട്ട് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ശ്രദ്ധേയമായത്. അനന്യ ഭട്ട് എന്നാണ് മകളുടെ പേര്. ആ മകളെ വർഷങ്ങൾക്ക് മുമ്പ് ധർമ്മസ്ഥലയിൽ നിന്ന് കാണാതായി. ചോദ്യം ചെയ്യാൻ ചെന്നപ്പോൾ, അല്ലെങ്കിൽ പരാതി നൽകാൻ ചെന്നപ്പോൾ പോലീസിൽ നിന്ന് മോശാനുഭവം ഉണ്ടായി. ധർമ്മസ്ഥലയിലേക്ക് തിരിച്ചെത്തുമ്പോൾ അവിടെയുള്ള ഗുണ്ടകൾ ആക്രമിച്ചു. ഇതൊക്കെയും സുജാത ഭട്ട് നമ്മളോടടക്കം പറഞ്ഞ കാര്യങ്ങളാണ്, പരാതി നൽകിയ കാര്യങ്ങളാണ്. പക്ഷേ അതിനൊക്കെ അപ്പുറം ഇന്നലെ വൈകിട്ടേക്ക് എത്തുമ്പോൾ തനിക്ക് അങ്ങനെ ഒരു മകളില്ല എന്ന് സുജാത ഭട്ട് ഒരു മാധ്യമത്തോട്, ഒരു യൂട്യൂബ് ചാനലിനോട് സംസാരിക്കുന്നു. പിന്നാലെ ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് പറയുന്നു. ചില സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയാണ് താൻ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് പറയുന്നു. എന്നാൽ മിനിറ്റുകൾക്കപ്പുറം വീണ്ടും മാധ്യമങ്ങൾ എത്തുമ്പോഴേക്കും ഇതൊക്കെ മാറ്റി പറയുകയാണ്. തനിക്ക് മകളുണ്ട്, അത് താൻ SITയുടെ മുന്നിൽ തെളിയിക്കും. ഈ യൂട്യൂബ് ചാനലിൽ തന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്തത് എന്നടക്കം പറയുന്നുണ്ട്. എന്തായാലും ഗൂഢാലോചനയുണ്ട് എന്ന് SITക്ക് തോന്നുന്നുണ്ട്, സർക്കാരിന് തോന്നുന്നുണ്ട്. ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിനെ വിശ്വസിച്ചാണ് അയാൾ ഇതുവരെ ഹാജരാക്കിയിരുന്ന വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് പിന്നീട് അങ്ങോട്ടുള്ള അന്വേഷണം മുഴുവൻ നടന്നത്. അതിൽ തന്നെ സാധ്യമായ എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ അന്വേഷണം മുന്നോട്ട് പോകുന്നത് ഒരു ഘട്ടത്തിൽ നമ്മൾ കണ്ടു. അതിനിടയിൽ നിന്നാണ് ആ വിവരങ്ങളെ കണ്ടെത്തലുകളെയൊക്കെ തകിടം മറിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളിലേക്ക് ഈ കേസ്, ഇതിൻ്റെ അന്വേഷണം മാറുന്നത്. ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്? ഇതൊരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണെങ്കിൽ അവരുടെ ഉദ്ദേശം എന്താണ്? ഇങ്ങനെയൊരു മുൻ ശുചീകരണ തൊഴിലാളിയെ ഇങ്ങനെ രംഗത്തിറക്കിയതിലൂടെ അവർ ലക്ഷ്യമിട്ടത് എന്താണ്? അങ്ങനെ വളരെ വിശദമായ അന്വേഷണം ഇനിയും ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് നടക്കേണ്ടതുണ്ടല്ലോ. അതിലേക്ക് SIT കടക്കുന്നുണ്ടോ? നേരത്തെ ചില ശാസ്ത്രീയ തെളിവുകളൊക്കെ പരിശോധനയ്ക്ക് അയച്ചിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണോ ഇങ്ങനെ ഇതൊരു പ്ലാൻഡായ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ള നീക്കമാണ് എന്ന് അന്വേഷണ സംഘം വിലയിരുത്തിയിരിക്കുന്നത്? റീസ്,
ഇതിൽ ഏറ്റവും പ്രധാനം 17 സ്പോട്ടുകൾ കുഴിച്ചെടുത്ത് പരിശോധിച്ചതിൽ നിന്നും 2 സ്പോട്ടിൽ നിന്ന് മാത്രമാണ് ഈ അസ്ഥികൾ ലഭിച്ചത്. അതും പുരുഷന്റെ അസ്ഥികളാണ്. ശുചീകരണ തൊഴിലാളി കോടതിയിൽ നൽകിയ മൊഴി അനുസരിച്ചാണ് എങ്കിൽ സ്ത്രീകളുടെ 100 കണക്കിന് മൃതദേഹങ്ങൾ താൻ കുഴിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ആദ്യം തന്നെ അക്കാര്യത്തിൽ 2 ആഴ്ച നീണ്ട പരിശോധനയ്ക്കൊടുവിലും കാര്യമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിനപ്പുറത്തേക്ക് ഈ സുജാത ഭട്ടുമായി ബന്ധപ്പെട്ട് ചില അന്വേഷണങ്ങളൊക്കെ നടത്തിയിരുന്നു. ആ അന്വേഷണം നടത്തിയതിൽ നിന്നും അനന്യ ഭട്ടുമായി ബന്ധപ്പെട്ട ഒരു ഫോട്ടോ പോലും സുജാത ഭട്ടിന് കൈമാറാൻ കഴിഞ്ഞില്ല. അതിനു പിന്നാലെ ഒരു ഫോട്ടോയുമായി സുജാത ഭട്ട് രംഗത്തെത്തുമ്പോൾ അത് തങ്ങളുടെ ബന്ധുക്കളുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വിഭാഗം വരുന്നുണ്ട്. മാത്രമല്ല, ഈ സുജാത ഭട്ടിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് അവരുടെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു മകൾ അവർക്കില്ല എന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങളും ആരോപണങ്ങളും ഒക്കെ വരുമ്പോൾ ഈ അനന്യ ഭട്ട് പഠിച്ചു എന്ന് സുജാത ഭട്ട് പറയുന്ന കോളേജുകളിലടക്കം അന്വേഷണ സംഘം കൃത്യമായ അന്വേഷണം നടത്തിയിട്ടുണ്ട്. അവിടെ നിന്നും കാര്യമായി ഈ സ്റ്റേറ്റ്മെന്റുകളെ സപ്പോർട്ട് ചെയ്യുന്നത് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ കേസിൽ പിന്നീട് ഒരു സംശയം വന്നത്. മൂന്നാമതായി ഈ തലയോട്ടിയുമായി ബന്ധപ്പെട്ടുള്ള ശാസ്ത്രീയ പരിശോധന, അതിന്റെ പ്രാഥമിക പരിശോധനയ്ക്ക് എന്തായാലും കഴിഞ്ഞു കാണും. SIT അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യമായ വിവരങ്ങൾ നൽകുന്നില്ല എങ്കിലും സ്വാഭാവികമായിട്ടും അതിന്റെ പരിശോധന കഴിഞ്ഞു കാണും. അങ്ങനെ കഴിയുമ്പോൾ തന്നെ ഇതിന് പഴക്കമില്ല എന്ന് ഒരുപക്ഷെ SIT കണ്ടെത്തിയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും ഈ സാക്ഷി പറഞ്ഞതിൽ നിന്ന് കോൺട്രാഡിക്ടറി ആയതിന് വിഭിന്നമായി വിരുദ്ധമായി എന്തെങ്കിലുമൊക്കെ കണ്ടെത്തിയിട്ടുണ്ടാകാം. അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യലാണ് ഈ തലയോട്ടി താൻ കൊണ്ട് കോടതിയിൽ നൽകിയത് ഒരു ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്ന് സാക്ഷി സമ്മതിച്ചതായി SIT വൃത്തങ്ങൾ പറയുന്നത്. അതിന് പിന്നാലെയാണ് ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഗൂഢാലോചന ആരൊക്കെ ചേർന്നാണ് നടത്തിയത്, അതെന്തിനു വേണ്ടിയാണ് എന്ന് സ്വാഭാവികമായിട്ടും തെളിയിക്കേണ്ടി വരും. ഉയർന്നു കേൾക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം അത് ക്ഷേത്രത്തിന്റെ പവിത്രതയെ കളങ്കപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, ക്ഷേത്ര ഭരണസമിതിയെ കളങ്കപ്പെടുത്താൻ, അവരെ ആരോപണത്തിന്റെ നിഴലിൽ നിർത്താൻ വേണ്ടിയിട്ടൊക്കെയാണ് എന്നാണ് ഉയർന്നു കേൾക്കുന്ന ആരോപണം. എന്തായാലും അന്വേഷണം തുടരേണ്ടി വരും. ഇതിന്റെ സത്യം ഇനി ഉദ്യോഗസ്ഥർ പറയുന്നതുവരെ എന്താണ് എന്ന് കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. TK. ശരി, മുഹമ്മദ് റഹീസ് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ബലാത്സംഗം ചെയ്യപ്പെട്ട 100 കണക്കിന് സ്ത്രീകളുടെ മൃതദേഹം കുഴിച്ചുമൂടി എന്നായിരുന്നു ഈ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ. അതിനുശേഷം ഒരു തലയോട്ടിയുമായി കോടതിക്ക് മുമ്പിലെത്തി ചില കാര്യങ്ങൾ ഈ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തുകയായിരുന്നു. ഇപ്പോൾ അന്വേഷണ സംഘത്തിന് തെറ്റായ വിവരങ്ങൾ നൽകിയെന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വലിയൊരു ഗൂഢാലോചന ഈ നീക്കത്തിന് പിന്നിലുണ്ടായി എന്നാണ് ശുചീകരണ തൊഴിലാളി തന്നെ ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത്.